നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ROCയുടെ റിപ്പോർട്ട് പുറത്തു വന്നത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ നടത്തിപ്പ് കമ്പനിയായ എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളിലും അവ്യക്തതയുണ്ട്, കൃത്രിമം നടന്നിട്ടുണ്ട്, പ്രോസിക്യൂട്ട് ചെയ്യേണ്ട നടപടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിശദാംശമാണ് പുറത്തു വന്നത്. വലിയ വിവാദമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. എന്നാലിപ്പോൾ CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ബന്ധപ്പെടുത്തിയ ഒരു ഭാഗം കൂടിയാണ് ROC റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. KSIDC വഴി CMRL മുഖ്യമന്ത്രിക്ക് സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ തൽപരകക്ഷി ഇടപാടായി ഇതിനെ സാക്ഷ്യപ്പെടുത്താത്തത് ചട്ടലംഘനമെന്നാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം KSIDC എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ്, സർക്കാർ മേൽനോട്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അതിന് ഏകദേശം 13% ഓഹരി CMRLിലുള്ളത്. ആ CMRLുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും. ഇത് തന്നെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് വിവാദത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പേര് കൂടി കടന്നു വരുന്നത്. അതും CM എന്ന രീതിയിൽ പ്രതിപാദിക്കുന്നു. മുഖ്യമന്ത്രിക്കോ തനിക്കോ KSIDCയുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള ഒരു വിശദീകരണം വീണ വിജയൻ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ പൂർണ്ണമായും ROC റിപ്പോർട്ട് തള്ളുകയാണ്. കാരണം അങ്ങനെ ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായ ബന്ധം ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സാലോജിക് CMRL ഇടപാട് റിലേറ്റഡ് പാർട്ടി ഇടപാട് അഥവാ തൽപരകക്ഷി ഇടപാടായി തന്നെ അതിനെ സാക്ഷ്യപ്പെടുത്താത്തതിനെ എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ശേഷമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും പരാമർശിക്കുന്നത്. CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്ക് സർക്കാർ സ്ഥാപനമായ KSIDCയിൽ നേരിട്ടുള്ള നിയന്ത്രണമാണുള്ളത്. വ്യവസായ വകുപ്പിന് കീഴിലാണ് KSIDC പ്രവർത്തിക്കുന്നതും. 13.4% KSIDCക്ക് CMRLന് മേലുള്ള ഓഹരി മൂല്യമെന്ന് പറയുന്നത്. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളും. CMRL ഡയറക്ടർ ബോർഡിൽ KSIDC പ്രതിനിധിയുമുണ്ട്. എന്നിട്ടും CMRLുമായിട്ട് ഇങ്ങനെ നടത്തിയ ഇടപാടിനെ എന്തുകൊണ്ട് അങ്ങനെ രേഖപ്പെടുത്തിയില്ല? ഇത് ഗുരുതരമായൊരു ചട്ടലംഘനമല്ലേ എന്നാണ് ROC റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അടിമുടി ദുരൂഹത തന്നെയാണ് എക്സാലോജിക് CMRL ഇടപാടിൽ നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിലും പറയുന്നത്. ഇടപാട് വിവരം CMRL മറച്ചുവെച്ചു എന്നുള്ളത് വ്യക്തമായ കാര്യം. അത് വിശദമായ അന്വേഷണം നടത്തണമെന്നും ROCയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ROC ചില വിവരങ്ങളും വിശദാംശങ്ങളുമൊക്കെ എക്സാലോജിക്കിനോട് പറഞ്ഞിരുന്നു, CMRLനും അതുപോലെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ വിശദാംശങ്ങൾ അന്ന് നൽകാൻ എക്സാലോജിക്കിനും വീണ വിജയനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് പകരം പല രീതിയിൽ ഒളിച്ചു കളിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. സമയത്ത് കൃത്യമായി രേഖകൾ ഹാജരാക്കിയിരുന്നില്ല. കരാറിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ അതുമില്ല. ആകെ GST അടച്ചു എന്നുള്ള മറുപടി മാത്രമാണ് എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ തന്നെ ഇടപാടിൻ്റെ വിവരം കൃത്യമായി മറച്ചു വയ്ക്കാൻ തന്നെയാണ് റിലേറ്റഡ് പാർട്ടിയായ എക്സോലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ല എന്ന് തന്നെയാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. KSIDC ബോർഡ് അംഗങ്ങൾ ആരും തന്നെ തൻ്റെ കുടുംബാംഗങ്ങളല്ല എന്നാണ് വീണ വിജയൻ പറയുന്നത്. 91-ൽ KSIDC CMRLിൽ നിക്ഷേപം നടത്തുമ്പോൾ അന്ന് ആരും സർക്കാരിൻ്റെ ഭാഗമല്ല, പ്രത്യേകിച്ചും തൻ്റെ കുടുംബത്തിലുള്ളവർ. KSIDC നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നതും തൻ്റെ അച്ഛനോടല്ല എന്നിങ്ങനെയുള്ള വീണയുടെ ഇങ്ങനെയുള്ള പ്രതിവാദങ്ങളെ തന്നെയാണ് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ROC രംഗത്ത് വരുന്നത്. അച്ഛനല്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയില്ല. കാരണം അച്ഛൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് തന്നെയാണ് നേരിട്ട് നിയന്ത്രണമുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇത് നിലനിൽക്കില്ല.